ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഹോളിക്കമ്മിൻ്റെ ക്രൗൺ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിയാലോ. ഞാനിന്ന് എടുത്തേക്കുന്നത് ഒരു റിബണാണ്, ഒരു സിൽവർ കളർ റിബൺ. പിന്നെ ഗൺ എടുത്തിട്ടുണ്ട്, ഗ്ലൂ ഗണ്ണാണ്. അതിൻ്റെ ഗ്ലൂവും പിന്നെ ഗണ്ണും ഗ്ലൂ ഗൺ അത് യൂസ് ചെയ്ത് കുറച്ചും കൂടെ ഉറപ്പായിരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത്. അത് നല്ല ഒട്ടി ഇരിക്കും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ക്രൗൺ ചെയ്യാനുള്ള വളയും നമ്മുടെ തലയ്ക്ക് പറ്റുന്ന സൈസിനുള്ള വളയം എടുക്കുക. അപ്പം ഞാൻ ഇതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വളയത്തിലേക്ക് റിബൺ ചുറ്റാണ്. അപ്പോൾ അതിന് ഞാൻ ഗ്ലൂ ഒഴിച്ചിട്ട് നല്ലപോലെ ടൈറ്റാക്കി ചുറ്റിക്കൊള്ളണം. അല്ലെങ്കിൽ നമ്മൾ ഈ വളയത്തിൽ നിന്ന് ഈ റിബൺ ഊരി വരാനുള്ള ചാൻസുകൾ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇതിനകത്ത് നല്ലപോലെ റിബൺ ഇങ്ങനെ വലിച്ച് ചുറ്റുകയാണ്. നന്നായിട്ട് വലിച്ച് ചുറ്റിക്കോളൂ. നന്നായിട്ട് ചുറ്റി ആ കമ്പി മുഴുവനും ചുറ്റണം. ഒരു തരത്തിലും വരാത്ത രീതിയിൽ, കാണാത്ത രീതിയിൽ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് നിങ്ങൾ ഗ്ലൂ ഒഴിച്ചു കൊടുക്കുക, നന്നായിരിക്കും. ഇളകി വരാനുള്ള ചാൻസ് കുറവായിരിക്കും. കമ്പിയിൽ നിന്ന് ഈ റിബൺ ഇളകി വരാനുള്ള ചാൻസും കുറവാകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് നിങ്ങൾ ഗ്ലൂ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് ഗ്ലൂ എല്ലാം ഒഴിച്ച് നന്നായിട്ട് ഇതിനെ ലാസ്റ്റ് ഞാൻ ഫുള്ള് ചുറ്റിയിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ്. എന്നിട്ട് ബാക്കി വരുന്ന പീസ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം അതിനകത്തേക്ക് നിങ്ങൾക്ക് ബാക്കി വരുന്ന പാർട്ട് നന്നായിട്ട് വലിച്ച് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെയും കുറച്ച് ഗമ്മ് പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതോടെ നമ്മൾ ഈ വളയത്തിലേക്ക് ഒരു തരത്തിലും വളയം കാണാത്ത രീതിയിൽ നമ്മൾ ഫുള്ളി റിബൺ എന്ത് ചെയ്യാണ്, എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫുള്ള് ചുറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മുറുക്കി ചുറ്റിയൊന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നിങ്ങൾ അടുത്ത ഫ്ലവറാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതിന് ഒരു 3 രൂപയ്ക്കുള്ള നമ്മുടെ ഇവിടെ കടയിലൊക്കെ നിങ്ങൾക്കും കിട്ടും. അടുത്തടുത്തായിട്ടൊക്കെ ഒരു പ്ലാസ്റ്റിക് കണക്കത്തെ വെള്ള ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. പല കളറിൽ ഫ്ലവർ കിട്ടും. പക്ഷെ ഞാൻ ഇവിടെ വെള്ള ഫ്ലവറാണ് എടുത്തേക്കുന്നത്. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പൂക്കൾ ഇതിനകത്ത് ഗം ഒഴിച്ച് നിങ്ങളിതിനകത്തേക്ക് ഒട്ടിച്ചൊട്ടിച്ച് വയ്ക്കുക. വളരെ എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല. നിങ്ങൾ ഗം ഒഴിക്കുക, ഒട്ടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് ഇതെല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ വളയത്തിൽ ഒരു ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്കൊരു സ്പേസിങ് അറിയാമെങ്കിൽ ആ സ്പേസിങ്ങിനനുസരിച്ച് നിങ്ങൾ ഒട്ടിക്കുമ്പോൾ അതിനായിട്ടുള്ള ഭംഗി ഉണ്ടാവും. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം വരുന്ന പൂക്കൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വളയത്തിലേക്ക് എടുത്തെടുത്ത് ഒട്ടിക്കുക. ഞാൻ ഇത്രയും സ്പേസിങ് കൊടുത്തിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഞാനിവിടെ സീക്വൻസ്, ഹാഫ് കട്ട്, സെമി കട്ട് സീക്വൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കടയിലൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഇത്തിരി അട്രാക്റ്റീവായിട്ടുള്ള ഷിമ്മറിങ് ആയിട്ടുള്ള സീക്വൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സീക്വൻസ് നമ്മൾ ഈ ക്രൗണിൽ ഫ്ലവറിൻ്റെ ഒരു മിഡ് പോർഷൻ നോക്കിയിട്ടാണ് ആവശ്യത്തിന് ഗം ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ വെച്ച് കൊടുക്കണമെങ്കിൽ കൂടുതൽ സീക്വൻസ് വെക്കാം. പക്ഷേ ഞാനിവിടെ കസ്റ്റമറിന് കുറച്ച് സീക്വൻസും അത്രയ്ക്കും ഭയങ്കര ഓവറാക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മിനിമലായിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവരുടെ ഇഷ്ടപ്രകാരം ഞാൻ ആവശ്യത്തിന് മാത്രം സീക്വൻസ് വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു മിഡ് പോർഷൻ നോക്കിയിട്ടാണ് വെച്ച് സീക്വൻസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ സീക്വൻസ് ഫുള്ളി ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് നിങ്ങൾക്കും നോക്കി ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിതിനകത്ത് സീക്വൻസ് എല്ലാം കൊടുത്ത് ഇങ്ങനെ ആയിരിക്കും ഫുൾ സീക്വൻസ് വെച്ചിട്ട് ഇങ്ങനെയാണ് കാണാനുള്ളത്. ക്രൗൺ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഫ്ലവേഴ്സും ആവശ്യത്തിന് സീക്വൻസൊക്കെ വെച്ച് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫുൾ അതിൻ്റെ ഒരു വിഷ്വൽ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിൻ്റെ ഫോട്ടോസും ഞാൻ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ഈ ചാനലിൽ. സോ സ്റ്റേ ട്യൂൺഡ്. ഇതിൻ്റെ തന്നെ ക്യാൻഡിലും വീഡിയോയും കൂടെ ഉണ്ട്, അതും കൂടെ നിങ്ങൾ കയറി കാണുക. അപ്പോൾ താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. സോ താങ്ക് യു, ബൈ.